നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കൊല്ലവർഷം 1200 ആണ്ട് ചിങ്ങമാസം മുതൽ ഒരു വർഷത്തേക്കുള്ള അത്തം നക്ഷത്രത്തിന്റെ ഫലങ്ങളാണ്. ചിങ്ങമാസത്തിലേക്ക് വരുമ്പോൾ ഔദ്യോഗിക രംഗത്തുണ്ടായിരുന്ന പ്രതിസന്ധികളെയൊക്കെ നിങ്ങൾ തരണം ചെയ്ത് മുൻപോട്ട് പോകുന്നതായിട്ട് കാണാം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. മേലധികാരികളെയൊക്കെ അനുസരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ശത്രുക്കളുടെ ഉപദ്രവം കാണുന്നുണ്ട്. ക്രയവിക്രയങ്ങളൊക്കെ നടത്തുന്നത് വളരെ സൂക്ഷ്മതയോടെ വേണം. ചതി പറ്റാൻ സാധ്യതയുണ്ട്. പാഴ്ചിലവുകളൊക്കെ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും സാവകാശം പാലിക്കുന്നത് വളരെ നല്ലതാണ്. 2, 5, 11, 15, 24 തീയതികൾ വളരെ നല്ലതാണ്. ഈ തീയതികൾ പറഞ്ഞിരിക്കുന്നത് മലയാളം കലണ്ടറിനെ അടിസ്ഥാനമാക്കിയാണ്. കന്നിമാസത്തിലേക്ക് വരുമ്പോൾ കുടുംബത്തിൽ മനസമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. സന്താനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കൊക്കെ വിദ്യാഭ്യാസ കാര്യത്തിൽ മുന്നേറ്റം ഉണ്ടാവുന്നുണ്ട്. വിദേശയാത്ര ആഗ്രഹിച്ചവർക്കൊക്കെ വിദേശയാത്ര നടക്കുന്ന ഒരു സമയമാണ്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ നല്ലൊരു സമയമാണ്. കർഷകർക്ക് നല്ല സമയമാണ്. നല്ല വിളവെടുപ്പൊക്കെ കിട്ടുന്ന ഒരു സമയമാണ്. കുടുംബത്തിലുണ്ടായിരുന്ന കലഹങ്ങളൊക്കെ മാറുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ കടബാധ്യതകൾക്ക് ഒരു ശമനം ഉണ്ടാവുന്നതാണ്. 1, 2, 4, 10, 12, 15, 18, 25 തീയതികൾ വളരെ ഗുണമുള്ളതാണ്. തുലാമാസത്തിലേക്ക് വരുമ്പോൾ പദ്ധതികളും ആഗ്രഹങ്ങളും ഒക്കെ നിങ്ങൾ നിറവേറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് കാലമായിട്ട് അനുഭവിച്ചിരുന്ന മനക്ലേശമൊക്കെ മാറി ശാന്തിയും സമാധാനവും ഒക്കെ മനസ്സിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. തൊഴിൽ മേഖലയിൽ ഉണ്ടായിരുന്ന പ്രതിസന്ധിയൊക്കെ മാറി വരുന്നതാണ്. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം പല ആവർത്തി ചിന്തിച്ച് ചെയ്യേണ്ടതാണ്. തുലാമാസം അവസാനത്തോടെ ബന്ധുക്കള്, സുഹൃത്തുക്കളെ ഇവരെല്ലാം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇവർ മുഖാന്തരം നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാൻ ഇടയുണ്ട്. അനാവശ്യമായിട്ടുള്ള വാഗ്ദാനങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. സ്ത്രീകളെ സംബന്ധിച്ച് ഈ തുലാമാസം അവസാനം പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. 8, 9, 10, 12, 14, 16, 21, 23 തീയതികൾ വളരെ നല്ലതാണ്. വൃശ്ചിക മാസത്തിലേക്ക് വരുമ്പോൾ തൊഴിൽപരമായിട്ട് നിങ്ങൾ കൂടുതൽ മുന്നേറുന്നതായിട്ട് കാണുന്നുണ്ട്. ചില പഴയ സുഹൃത്തുക്കളെയൊക്കെ നിങ്ങൾ കണ്ടുമുട്ടുന്നതും ആ വഴി നിങ്ങൾക്ക് നേട്ടമുണ്ടാവുന്നതുമായിട്ട് കാണുന്നുണ്ട്. സ്ത്രീകൾക്ക് ആധ്യാത്മിക കാര്യങ്ങളിൽ പ്രതിബദ്ധത ഏറുന്നതായിട്ട് കാണുന്നു. വസ്തുവകകളിൽ നിന്നൊക്കെ ആദായം ലഭിക്കുവാൻ തുടങ്ങും. പല തുറകളിൽ നിന്നുള്ള സഹായം നിങ്ങളെ തേടിയെത്തുന്നു. 4, 5, 8, 9, 11, 13, 15, 18, 19, 20, 27 തീയതികൾ വളരെ ശ്രേഷ്ഠമാണ്. ധനുമാസത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ പുതിയൊരു രീതിയിലേക്ക് പറിച്ചു നടപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയൊരു സ്ഥലത്തേക്ക് ഈ പുതിയ രീതിയുമായിട്ട് ഇണങ്ങിച്ചേരാൻ നിങ്ങൾ കുറച്ച് പ്രയാസപ്പെടുന്നുണ്ട്. പുതിയ വാഗ്ദാനങ്ങളുമായി വരുന്നവരെയൊക്കെ മാറ്റി നിർത്തേണ്ട ഒരു സമയമാണ്. വിദ്യാഭ്യാസപരമായിട്ട് കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക്. ഭവനത്തിലെ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. എല്ലാം നോക്കിയും കണ്ടും ചെയ്യേണ്ട ഒരു മാസമാണ് ധനുമാസം. അയൽക്കാരെ കൊണ്ട് ശത്രുത ഉണ്ടാവുന്ന ഒരു സമയമാണ്. മംഗളകാര്യങ്ങളൊക്കെ സ്വല്പം ഒന്ന് നീട്ടിവെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ധനുമാസത്തിൽ മംഗളകാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നത് ഉചിതമായിരിക്കും. 1, 3, 15, 17 തീയതികൾ വളരെ നല്ലതാണ്. മകരമാസത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ദോഷം മാറാനായിട്ട് ഒരുപാട് പണം ചെലവഴിക്കുന്നതൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഗണപതി ഭഗവാനെ ഭജിക്കുക. വിഘ്നങ്ങളൊക്കെ മാറാനായിട്ട് ഗണപതി ഭഗവാനെ ഭജിക്കുക. വിഘ്നേശ്വരന് നാളികേരം ഉടയ്ക്കുക. ഇതൊക്കെ ചെയ്താൽ മതി. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വിഘ്നങ്ങളൊക്കെ മാറുന്നതാണ്. ഒരുപാട് പണം മുടക്കിയൊന്നും നിങ്ങൾ പൂജകൾ ചെയ്യാൻ പാടില്ല. മനസ്സിന് സ്വസ്ഥത ഉണ്ടാവുന്നതാണ് മകരമാസം ഒരു പകുതിയോട് കഴിയുമ്പോൾ. കള്ളന്മാരുടെയൊക്കെ പിടിയിൽ നിന്ന് നിങ്ങൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. വീടിന്റെ അടുത്തേക്കൊക്കെ സ്ഥലം മാറ്റം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മകരമാസം അവസാനം ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 1, 7, 11, 12, 15, 21 തീയതികൾ വളരെ ശുഭകരമാണ്. കുംഭമാസത്തിലേക്ക് വരുമ്പോൾ അഭിലാഷങ്ങൾ പലതും സാധിക്കുന്ന ഒരു സമയമാണ്. സർക്കാർ ഉദ്യോഗമൊക്കെ ആഗ്രഹിക്കുന്ന സർക്കാർ ഉദ്യോഗം ലഭിക്കുന്നതാണ്. കൂടാതെ വിവാഹമൊക്കെ ഒരുപാട് കാലമായിട്ട് നടക്കാതിരുന്നവരുടെയൊക്കെ വിവാഹത്തിനൊരു തീരുമാനം ആവുന്നതാണ്. അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്ന സഹോദരങ്ങളുമൊക്കെ ആയിട്ട് വീണ്ടും ഒന്നു ചേരുന്നതാണ്. പൂർവിക സ്വത്തൊക്കെ അധീനതയിൽ വരുന്ന ഒരു സമയമാണ്. അനാവശ്യ കാര്യങ്ങളെ ചിന്തിച്ച് വെറുതെ മനസ്സ് അസ്വസ്ഥമാക്കുന്ന ഒരു പ്രവണത ഈ സമയത്ത് കണ്ടുവരുന്നുണ്ട്. അത് വെറുതെയാണ്. അത് ഒഴിവാക്കേണ്ടതാണ്. 3, 5, 6, 10, 11, 15, 17, 18, 19, 21, 24 തീയതികൾ വളരെ ശ്രേഷ്ഠമാണ്. മീനമാസത്തിലേക്ക് എത്തുമ്പോൾ
ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർവഹിക്കുന്നുണ്ട്. സന്തോഷപ്രദമായ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവും. നിശ്ചയിച്ച പദ്ധതികളൊക്കെ തടസ്സമില്ലാതെ നിറവേറ്റുന്ന സമയമാണ്. ധനാഗമനം തൃപ്തികരമായിരിക്കും. ഔദ്യോഗിക രംഗത്ത് പ്രോത്സാഹനജനകമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. വ്യാപാര രംഗത്തെ എതിർപ്പുകൾ ഒഴിവായി ലാഭം അധികരിക്കുന്ന ഒരു സമയമാണ്. 6, 7, 9, 10, 13, 15, 16, 19, 20, 25 തീയതികൾ വളരെ ശോഭനമാണ്. ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങുന്നത് വളരെ നന്നായിരിക്കും. മേടമാസത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം വൻ വിജയത്തിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. മനോദുഃഖമെല്ലാം മാറി സന്തോഷത്തിന്റെ ദിവസങ്ങളായിട്ടാണ് മുൻപോട്ട് കാണുന്നത്. സുഹൃത്തുക്കളിൽ നിന്നുണ്ടായിരുന്ന ഉപദ്രവമൊക്കെ നിങ്ങൾക്ക് അത് ഏത് സുഹൃത്താണ് എവിടെ നിന്നാണെന്ന് വെളിവായി വരുന്നതാണ്. ധനപരമായിട്ടുള്ള മുന്നേറ്റമാണ് ഈ മാസം കൂടുതൽ കാണുന്നത്. സന്താനങ്ങളുടെ ആരോഗ്യത്തിൽ കുറച്ച് ശ്രദ്ധ ആവശ്യമുണ്ട്. 14, 15, 18, 19, 20, 22 തീയതികൾ വളരെ നല്ലതാണ്. ഇടവ മാസത്തിലേക്ക് വരുമ്പോൾ കുടുംബത്തിൽ സമാധാനമായിട്ടുള്ള അന്തരീക്ഷം നിലനിൽക്കുന്നതാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടുതൽ പുരോഗതി ഉണ്ടാവും. വിദേശത്തേക്കൊക്കെ വിദ്യാഭ്യാസത്തിനായി പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് നടക്കുന്നതാണ്. ക്രയവിക്രയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ലാഭം വരുന്നതാണ്. ഉപകരണങ്ങളും ആഡംബര വസ്തുക്കളും അധീനതയിൽ വരുന്ന ഒരു സമയമാണ്. ഉദ്യോഗസ്ഥർക്കൊക്കെ പ്രൊമോഷനോട് കൂടിയ സ്ഥലം മാറ്റം ഉണ്ടാവുന്നതാണ്. 1, 2, 4, 8, 9, 17, 18, 25, 26 തീയതികൾ വളരെ ശുഭകരമായിരിക്കും. മിഥുന മാസത്തിലേക്ക് എത്തുമ്പോൾ തടസ്സപ്പെട്ട് കിടക്കുന്ന സർക്കാർ ഇടപാടുകളൊക്കെ ഫലപ്രാപ്തിയിലെത്തുന്ന ഒരു സമയമാണ്. ഉദ്യോഗസ്ഥർക്കൊക്കെ വളരെ നല്ല സമയമാണ്. തൊഴിൽ രംഗം വളരെ സുഗമമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. സ്വന്തമായി ഗൃഹം, വാഹനം എന്നിവയൊക്കെ വാങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. മംഗളകാര്യങ്ങളൊക്കെ ഭവനത്തിൽ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ പുതിയ യജ്ഞങ്ങളിൽ നിങ്ങൾ വിജയം കണ്ടെത്തുന്നുണ്ട്. പുതിയ സംരംഭങ്ങളൊക്കെ നിങ്ങൾ തുടങ്ങുന്നുണ്ട്. 10, 11, 12, 14, 15, 17, 21 തീയതികൾ വളരെ ശ്രേഷ്ഠമാണ്. കർക്കിടക മാസത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ വളരെയധികം പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു മാസമാണ്. അധികമായിട്ട് ധനമൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഗാർഹികപരമായിട്ടുള്ള ചെലവുകൾ കുറച്ച് കൂടുന്നതാണ്. ആഡംബരങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. മന്ദീഭവിച്ച് കിടന്ന വ്യാപാരങ്ങള് ഉഷാറായി നടക്കുന്ന ഒരു സമയമാണ്. ബന്ധുജനങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് സഹായം ലഭിക്കും. അരുതാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്രവണത നിങ്ങൾക്കുണ്ടാവും. പണം വന്നു ചേരുന്നതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് പാടില്ല. പ്രാർത്ഥന കൈവെടിയാതെ ഇരിക്കുക. സാങ്കേതികമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഈ സന്ദർഭം വളരെ അനുകൂലമാണ്. 1, 3, 5, 6, 10, 11, 22, 26 തീയതികൾ വളരെ വളരെ ശുഭകരമാണ്. അത്തം നക്ഷത്രത്തിന് ചതയ നക്ഷത്രം വേദമാണ്. നിങ്ങൾ നിങ്ങളുടെ വിഘ്നങ്ങൾ മാറാനായിട്ട് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും. കൂടാതെ ശാസ്താ ക്ഷേത്രത്തിൽ പോകുന്നതും വളരെ നന്നായിരിക്കും. പ്രാർത്ഥന കൈവെടിയാതിരിക്കുക. ഇത്രയുമാണ് അത്തം നക്ഷത്രത്തിന്റെ 1200-ാം ആണ്ട് വർഷഫലം. ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.